ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ ഏപ്രിൽ മാസം 15 മേടമാസം 2-ാം തീയതി വിഷു ദിനമാണ്. നാളെ മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലത്തേക്ക് ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം മാറുകയാണ്. ഒരു നല്ല കാലം ആരംഭിക്കുന്നു. ജീവിത ഉയർച്ച, സൗഭാഗ്യങ്ങളുടെ സമയമാണ്. ഇവിടെ പറയുന്ന രാശികളിൽ ജനിച്ച നക്ഷത്രങ്ങളിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, സൗഭാഗ്യങ്ങളാണ് നാളെ മുതൽ മുന്നോട്ട് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം അത്രമേൽ ബുദ്ധിമുട്ടല്ലാത്ത, അതായത് അത്രമേൽ ദോഷമല്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടം കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഫലങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് അനുഭവത്തിൽ വരും. അവരവരുടെ ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം തൊട്ടതെല്ലാം പൊന്നായി സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന, ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന, ജീവിത മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരിക്കും. അത്രമേൽ നല്ല സമയമാണ് മുന്നോട്ട് ഒരു വർഷക്കാലം. ഇവിടെ പറയുന്ന 7 രാശിക്കാരെ സംബന്ധിച്ച് ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നാളെ മുതൽ ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് സർവ്വസൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഒക്കെ ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു നല്ല സമയം, നല്ല കാലം ആരംഭിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും മുന്നോട്ട് വരാനിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും. ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന അനാവശ്യ പാഴ്ചിലവുകൾ, അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു വർഷക്കാലമായിരിക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു വർഷക്കാലം. അപ്രതീക്ഷിതമായ സുഖം, സമാധാനം, സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കും. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒരു നേട്ടങ്ങളുടെ വർഷമായിരിക്കും മേടം രാശിക്കാരെ സംബന്ധിച്ച്. സ്വന്തമായ ഭൂമി, ഗൃഹത്തിനുള്ള യോഗം ഈ ഒരു വർഷക്കാലം മേടം രാശിക്കാർക്ക് മുന്നോട്ട് അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായിട്ടുള്ള ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തമായ വാഹന യോഗങ്ങളും വന്നു ചേരുന്ന സമയം. വിദേശയാത്ര, വിദേശവാസം അനുഭവത്തിൽ വരിക, ഈ യാത്രകളിൽ കൂടെ നല്ല നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലം. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ ഇതൊക്കെ സന്ദർശിക്കുവാൻ യോഗമുള്ള ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭവുമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് ആ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ ഈ ഒരു വർഷക്കാലം നിങ്ങളാൽ സാധിക്കും. സമയം വളരെ അനുകൂലമാണ്. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുക, അവരിൽ നിന്ന് ഗുണപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്ന സമയം. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ മനോവിഷമം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. ഭാഗ്യം എന്ന് പറയുന്നത് പലർക്കും പലതരത്തിലാണ് അനുഭവത്തിൽ ലഭിക്കുക. ചിലർക്ക് അവരവർ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി ലഭിക്കുന്നത് മൂലം, സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുന്നത് മൂലം, ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നത് മൂലം, അങ്ങനെ പലതരത്തിൽ ഒരു ഭാഗ്യവർഷമായിട്ട് മേടം രാശിക്കാർക്ക് മുന്നോട്ടുള്ള സമയം മാറും. മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അനുഭവത്തിൽ തീർച്ചയായിട്ടും ലഭിക്കും. അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്നതുമാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നാളെ വിഷു ദിനം മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം മേടം രാശിക്കാരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ജീവിത മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലഘട്ടത്തിൻ്റെ, നല്ല സമയത്തിൻ്റെ ആരംഭം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മേടം രാശിക്കാർക്കൊരു മാറ്റമുണ്ടാകും.
അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. സമയം അത്രമേൽ അനുകൂലമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ടുള്ള ഒരു വർഷക്കാലം സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് നാളെ വിഷുദിനം മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നല്ല മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ധനപരമായ, സാമ്പത്തികപരമായ ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ, പൂർത്തീകരിക്കാൻ സാധിക്കും. പുതിയ വഴികൾ, പുതിയ അവസരങ്ങൾ മിഥുനരാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. അവരവരുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷക്കാലം. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷക്കാലമാണ് മിഥുന രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ വാക്കിന് തന്നെ നിലയും വിലയും മതിപ്പും ലഭിക്കുന്ന ഒരു സമയം. വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടിച്ചേരുവാനുള്ള അവസരം. അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് വന്നു ചേരും. അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ എന്താണോ ആ കർമ്മരംഗത്ത് ഏറ്റവും അധികം ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുക, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ, ഉയർച്ചകൾ, നന്മകൾ വന്നു ചേരുക. നല്ല പദവി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്ഥാനത്തേക്കൊരു മാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലം. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ആ ഒരു ജോലി മാറ്റം സംഭവിക്കും. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ ഉത്തമമാണ്. സ്വന്തമായി തൊഴിൽ, ബിസിനസ് ഒക്കെ നടത്തുന്ന വ്യക്തികൾക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങളുടെ ബിസിനസ് മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതുമൂലം ധാരാളം ധനവരവ് ലഭിക്കുന്ന സമയം. ഈ വർഷം പുതിയതായിട്ട് ഒരു ബിസിനസ്, തൊഴിൽ ആരംഭിക്കാൻ പലർക്കും സാധിക്കും. ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, ഒരു വിവാഹം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിക്കാരായ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും സമയം അനുകൂലമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കൊണ്ട് രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ടൊക്കെ കഴിഞ്ഞു വന്നിരുന്ന വ്യക്തികൾക്കാണെങ്കിലും, ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ജീവിത പങ്കാളി മൂലം ഭാഗ്യാനുഭവങ്ങളൊക്കെ മിഥുനരാശിക്കാർക്ക് ലഭിക്കുന്ന സമയം. പൊതുവെ നാളെ വിഷു ദിനം മുതൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങൾ മിഥുനരാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം ഈ ഒരു സമയം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും നാളെ മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും അത്യുത്തമമായ ഒരു വർഷക്കാലമാണ്, ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് നാളെ മുതൽ ആരംഭിക്കുവാൻ പോകുന്നത്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുമാറും എന്നുള്ളതാണ്.
അവരവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. എത്ര വലിയ കടബാധ്യതകളാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും അതിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ലഭിച്ച് നിങ്ങളുടെ ജീവിതം മുന്നേറുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്താകാം, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ നിന്നാകാം. അനാവശ്യമായ എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ, ശത്രുതാ മനോഭാവത്തോടെയുള്ള പെരുമാറ്റങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു വർഷക്കാലമാണ്. നടത്തിവരുന്ന ചികിത്സകൾ ഫലത്തിൽ ലഭിക്കും. കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വർഷക്കാലമാണ്. ജോലിയില്ലാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു ജോലി ലഭിക്കും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അനുയോജ്യമായ മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഭൂമി ഗൃഹത്തിനുള്ള യോഗം ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നതാണ്. ജീവിതത്തിലെ പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വർഷക്കാലമായിരിക്കും ഇത്. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചു വരുന്ന മാനസികമായിട്ടുള്ള പല വേദനകൾക്കും ഒരാശ്വാസമാണ് ഈ ഒരു സമയം. പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു കാലം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉപരിപഠനമോ വിദേശ പഠനമോ പുതിയ കോഴ്സുകൾക്ക് ചേരുന്നതിനോ അതിനുവേണ്ടിയുള്ള സാമ്പത്തികം വന്നു ചേരുന്നത് ഒക്കെ ഈ ഒരു വർഷക്കാലത്തായിരിക്കും. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റം കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയമുണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. നല്ല അനുയോജ്യമായ മംഗല്യഭാഗ്യം, വിവാഹയോഗം ഈ ഒരു വർഷക്കാലം കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അനുഭവത്തിൽ വരും. കർക്കിടകം രാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് ആരംഭിക്കുന്നത്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും മുന്നോട്ട് അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഈ ഒരു വിഷുഫലം നോക്കുന്ന സമയത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരാണ് കന്നിരാശിക്കാർ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു വർഷം, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിജയിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് ആരംഭിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകും. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ജീവിതത്തിൽ എത്ര പ്രയത്നിച്ചാലും പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ലാഭം എന്നൊരു വാക്ക് പലരും കേട്ട് കാണില്ല. കാരണം ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ചിലവ് അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്നൊരവസ്ഥ പലർക്കുമുണ്ട്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ അനുഭവത്തിൽ വരുന്നു. അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും എല്ലാ തരത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കർമ്മം സംബന്ധിച്ചിട്ടൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ് മുന്നോട്ടുള്ളത്. ഈ ഒരു വിഷുഫലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ 10% പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യം അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ലാഭം, ഉയർച്ച ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ
ആരംഭം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായ ഭൂമിക്ക് യോഗമുള്ള കാലഘട്ടം, അതുപോലെ ഗൃഹം നിർമ്മിക്കുവാനും ഗൃഹപ്രവേശം നടത്തുവാൻ വരെ യോഗമുള്ള സമയം, വണ്ടി വാഹനങ്ങൾക്ക് യോഗമുള്ള സമയം, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ച മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും. പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊക്കെ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉയർച്ചകൾ ലഭിക്കുക. വിദേശ ജോലി വിദേശ യാത്രയൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ്. സാമ്പത്തികമായിട്ട് അത്രമേൽ ഒരു ഉയർച്ച നന്മകൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് കന്നിരാശിക്കാർക്ക്. അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച നന്മകൾ ലഭിക്കും. അതുപോലെ മാനസികമായും ശാരീരികമായും ഒരു സുഖം സമാധാനം ലഭിക്കുന്ന സമയം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ആ പണം വന്നു ചേരുക. ജീവിതത്തിലെ തടസ്സങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ദാമ്പത്യ കുടുംബജീവിതത്തിൽ ലഭിക്കുന്ന ഒരു നേട്ടങ്ങളാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ട് കഴിയേണ്ട ഒരവസ്ഥയൊക്കെ വിട്ടുമാറി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരം ലഭിക്കും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവർക്ക് പോലും ആശ്വാസം ലഭിക്കും. നല്ല ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറി അനുയോജ്യമായ വിവാഹ യോഗം മംഗല്യഭാഗ്യം ലഭിക്കും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങൾ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അത് ആരോഗ്യമാണെങ്കിലും ജോലിയാണെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതമാണെങ്കിലും വിവാഹ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം അത്രമേൽ വലിയ മാറ്റങ്ങൾ നന്മകൾ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്ന നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിജയത്തിലെത്തുന്ന അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ സുഖം സമാധാനം സന്തോഷം മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. ഈ ഒരു വർഷക്കാലത്തിനെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും മുന്നോട്ട് അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം ഏറ്റവും ഉത്തമമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യവർഷമാണ് മുന്നോട്ട് ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിത മുന്നേറ്റം ആരംഭിക്കുന്ന ഒരു സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ധനപരമായിട്ട് ഒരു മുന്നേറ്റം വന്നു ചേരുന്ന കാലമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം. പലതരത്തിലുള്ള കടബാധ്യതകളോ സാമ്പത്തിക പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ച് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന പണം പോലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അവരവർക്കും അവരവരുടെ കുടുംബത്തിൻ്റെയും ആവശ്യം നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. അപ്രതീക്ഷിതമായി പല നന്മകൾ നേട്ടങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഓരോരുത്തരെയും സംബന്ധിച്ച് അവരവരുടെ കുടുംബത്തിൽ തന്നെയുള്ള പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ കുടുംബ ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും ആ സ്വന്തം ബന്ധങ്ങളിലുമൊക്കെ ഒരു ദൃഢത ലഭിക്കുന്ന സമയം. ആ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വർഷക്കാലമാണ്. കുടുംബത്തിൽ ആ ഒത്തൊരുമ ഒരു കൂടിച്ചേരലുകളൊക്കെ സംഭവിക്കുന്ന ഒരു വർഷക്കാലം. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും വിലയും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയും സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന ഒരു വർഷക്കാലവുമാണ്. പലരെയും സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഭൂമി യോഗം ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും. അതുപോലെ തന്നെ
കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊരു ഭൂമി വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ഭൂമി വിൽപ്പനയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ആ ഭൂമി വിൽക്കാൻ സാധിക്കുന്ന ഒരു വർഷക്കാലമായിട്ട് ഇത് മാറും. അതുമൂലവും നേട്ടം, ലാഭം ലഭിക്കുന്ന സമയം. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ആഗ്രഹം പലർക്കും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. പൊതുവെ നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം ഏറ്റവും ഉത്തമമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ, ഉപരി പഠനമോ വിദേശ പഠനത്തിനോ ഒക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന, അവർക്ക് നല്ല വിവാഹം നടക്കുന്ന ഒരു വർഷക്കാലമായിട്ട് ഇത് മാറും. സന്താനങ്ങളെ കൊണ്ടും വൃശ്ചികം രാശിക്കാർക്ക് മനസ്സിന് സുഖം, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ വന്നു ചേരും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിദേശത്ത് വസിക്കുന്ന സന്താനങ്ങളുടെ അടുത്തേക്ക് മാതാപിതാക്കൾക്ക് ഇവിടുന്ന് പോകുവാനുള്ള യോഗമൊക്കെ ഈ ഒരു വർഷക്കാലം ഉണ്ടാവുകയും ചെയ്യും. അപ്രതീക്ഷിതമായിട്ട് പല നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, സാമ്പത്തിക ഉയർച്ച ഇതൊക്കെ വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. വർഷങ്ങൾ ഒരുപാടായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകളൊക്കെ നടത്തി വരുന്നവരുണ്ടെങ്കിൽ ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു വർഷക്കാലമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഈ ഒരു വർഷക്കാലം വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഈ ഒരു വർഷക്കാലത്തെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ടുള്ള ഒരു വർഷക്കാലം, വിഷു ദിനം മുതൽ മുന്നോട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉയർച്ച, ഏറ്റവും നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന് അത്രമേൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. മനോധൈര്യം, ആത്മവിശ്വാസം, ശുഭാപ്തിവിശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങളാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാം. അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തും. അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം. മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികളുടെയും ജീവിതത്തിലെ ഒരു മുന്നേറ്റ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സമയമാണ്. ജീവിത വിജയത്തിന് അടിത്തറ ലഭിക്കുന്ന പല നല്ല കാര്യങ്ങളും അനുഭവത്തിൽ ലഭിക്കും. അതുമൂലം മനോധൈര്യം, ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന സമയമാണ്. കർമ്മസംബന്ധം, ജോലി സംബന്ധമായ ഉയർച്ച ലഭിക്കുന്ന സമയം. പലരും ഒരു ഭൂമി വാങ്ങുന്ന ഒരു കാലഘട്ടം, ഒരു പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുന്ന ഒരു സമയം. ഭൂമി, വസ്തു സംബന്ധിച്ച നേട്ടങ്ങൾ, മാറ്റങ്ങൾ, അതുമൂലം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ അനുഭവമാണ്. പലർക്കും വിദേശ യാത്ര, വിദേശവാസം ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. പലതരത്തിലുള്ള അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ മുടക്കുന്ന പണം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നതിലും കൂടുതൽ ചിലപ്പോൾ പാഴ്ചിലവായിട്ടൊക്കെ നഷ്ടപ്പെട്ടു പോയ അനുഭവം ഉണ്ടാകും. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഈ ഒരു വർഷക്കാലം ശുഭചിലവുകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പലർക്കും ഭൂമി, ഗൃഹത്തിനുള്ള യോഗം, വണ്ടിവാഹന യോഗങ്ങളൊക്കെ അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ ക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സന്ദർശിക്കുവാനുള്ള യോഗം ലഭിക്കുന്ന ഒരു സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം, നന്മകൾ ഈ ഒരു വർഷക്കാലം തീർച്ചയായിട്ടും മകരം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ അനുയോജ്യമായിട്ടുള്ള വിവാഹം ലഭിക്കുന്ന സമയം, അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്.
ജീവിത പങ്കാളിയിൽ നിന്നും അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ പല മകരം രാശിക്കാർക്കും അനുഭവത്തിൽ വരും. വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന ആ ദമ്പതികൾക്കൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ ഇതൊക്കെ പരിഹരിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു വർഷക്കാലമാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ച് മാറ്റങ്ങൾ ലഭിക്കുന്ന സമയം. മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനത്തിന് യോഗമുള്ള സമയമാണ്. ഉപരിപഠനം, പുതിയ കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം വളരെ ഉത്തമമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ പുരോഗതി, ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉത്തമമായ ഒരു വർഷക്കാലമായിട്ട് മാറും. അത് ജോലി സംബന്ധിച്ചിട്ടാണെങ്കിലും, ജീവിതത്തിലെ മറ്റ് സാമ്പത്തിക ഉയർച്ചയുടെ കാര്യത്തിലാണെങ്കിലും, ദാമ്പത്യ കുടുംബജീവിതം, വിവാഹം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നല്ല മാറ്റം, ഭൂമി, ഗൃഹത്തിനും ഒക്കെയുള്ള യോഗമുള്ള ഒരു വർഷക്കാലമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ, പ്രത്യേകിച്ച് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിലൊക്കെ ജനിച്ച വ്യക്തികൾക്ക് നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ പലർക്കും പലതരത്തിലായിരിക്കും. അതെന്ത് തന്നെയാണെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. ധൈര്യമായി ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം. ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഈ ഒരു വർഷക്കാലത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഈ സമയം. അത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ടുള്ള ഒരു വർഷക്കാലം സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷം, നല്ലൊരു സമയമാണ് മുന്നോട്ട് ആരംഭിക്കുന്നത്. നാളെ വിഷുദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. കഴിഞ്ഞ കുറേ കാലങ്ങളായി മീനം രാശിക്കാർ അനുഭവിച്ചു വന്നിരുന്ന പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ഒരു മനസ്സമാധാനത്തോടുകൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ച് ഒരു ജീവിത വിജയം ലഭിക്കുന്ന ഒരു വർഷത്തിൻ്റെ, ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ഈ വിഷു വർഷഫലം. നിങ്ങൾക്ക് അത്രമേൽ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഭാഗ്യവർഷം ജീവിതത്തിൽ പല നന്മകൾ, നേട്ടങ്ങൾ മീനം രാശിക്കാർക്ക് നൽകുമെന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ പല സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി കാര്യവിജയം, കർമ്മവിജയം അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന മീനം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പരിശ്രമിക്കാം. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ജോലി ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പുരോഗതി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല മാറ്റങ്ങൾ, ഉയർച്ചകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ശമ്പള വർധനവോ, ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്കോ ഒക്കെ ജോലി മാറ്റത്തിനൊക്കെ ശ്രമിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷക്കാലവുമാകും. കർമ്മം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതുമൂലം സാമ്പത്തിക ഉയർച്ച, ധനവരവ് വന്നു ചേരും. ജീവിതം മെച്ചപ്പെടും. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തി വരുന്നവർക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഈ ഒരു വർഷക്കാലം ലഭിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മീനം രാശിയിൽപ്പെട്ട പലരും ഒരു ഗൃഹം നിർമ്മിക്കുന്നതിനിറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അനുഭവമുണ്ട്. പലർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗമുണ്ടാകും. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമി, മറ്റു കാര്യങ്ങൾ, സ്വത്തുവകകളൊക്കെ ലഭിക്കാനുള്ളവർക്ക് അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് കൈകളിൽ വരും. സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനുമുള്ള യോഗം ഈ ഒരു വർഷക്കാലം മീനം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും.
പല മീനം രാശിക്കാരെ സംബന്ധിച്ചും ഒരുപാട് വർഷങ്ങളായി കാലങ്ങളായി ഒരു വാടക ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് സ്വന്തമായ ഒരു ഭൂമി ഗൃഹം എന്നുള്ള ഒരു യോഗം ഒരാഗ്രഹം സാധിക്കുന്ന ഒരു വർഷക്കാലവുമാണ്. അവരവരുടെ സന്താനങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലതകൾ വേവലാതികൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ്. അവർക്ക് ഉയർ വിദ്യാഭ്യാസം നൽകാൻ കഴിയുക, അവരുടെ വിവാഹം നടത്താൻ സാധിക്കുക, അതുപോലെ അവർക്കൊരു സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു സമയവും, അങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള മനോവിഷമതകൾ ക്ലേശങ്ങൾ വിട്ടുമാറും. സന്താനങ്ങളെ കൊണ്ട് മീനം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിന് സുഖം, സമാധാനം, തൃപ്തി, ഒരു സന്തോഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. പലതരത്തിലുള്ള മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന മീനം രാശിയിൽപ്പെട്ട ദമ്പതികളുണ്ടെങ്കിൽ നിങ്ങൾ നടത്തി വന്ന ചികിത്സകൾ ഫലപ്രദത്തിലാകുക, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലത്തിൽ ലഭിക്കുക, നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു സമയവുമാണ്. പൊതുവെ മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് നല്ല വിവാഹം, അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുന്ന ഒരു വർഷക്കാലം. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം, സുഖം ലഭിക്കും. നിങ്ങളെ അപമാനിച്ചവരുടെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങൾ കഴിവില്ല എന്ന് മുദ്ര കുത്തിയവരുടെ മുൻപിലൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം. നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ, ആരോഗ്യപരമായ കാര്യങ്ങളിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മുന്നേറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ലഭിക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു വർഷക്കാലം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. ഈ വിഷു ദിനം മുതൽ മുന്നോട്ട് മീനം രാശിയിൽപ്പെട്ട പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഈശ്വരൻ വഴിയൊരുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷക്കാലമാണ്. ഇതിനെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ ഈ ഒരു വർഷം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.